സ്ഥാനാർത്ഥി സീക്രട്ട് അത് കട്ട് ചെയ്യരുത്. ആ കട്ടിയില്ല. സ്ഥാനാർത്ഥി പേടിയുള്ളവരുടെ പേരുണ്ട്. അമ്മ ഇടിക്കും നമ്മളെ. അതുകൊണ്ട് ഞാൻ പേര് അമ്മയുടെ എഴുതി തരാം. പേരെഴുതി ലിസ്റ്റ് കൊടുക്കും. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വർത്താനം പറഞ്ഞു എന്നിട്ടും ഇവനെൻ്റെ പേരെഴുതിയില്ല. പാരയായോ? അവനെ മിസ്സായതായിരിക്കും. നീ വരാൻ പറഞ്ഞു. ഒരാൾക്ക് അടി കിട്ടും, നമുക്ക് വേദന ഉണ്ടാകും. പക്ഷേ അവന് രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇല്ല. അങ്ങനെ JK പിള്ള സാറൊക്കെ പറഞ്ഞു ഇല്ല. ഈ അജേട്ടൻ ശരിക്കും മലർവാടിയിലെ റിലീസിന് എന്നിട്ട ഷർട്ട് തന്നെയുള്ള തട്ടത്തിമറയത്തിന്റെ റിലീസിനും അതിട്ട പടങ്ങളെല്ലാം ഓടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല. നീ തട്ടത്തിൽ മറന്ന് പകുതിയും വർഷങ്ങൾ പകുതിയായിട്ട് ഒരു ഷർട്ട് വരും. ആ ഒരു ഷിഫ്റ്റ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. പിന്നീട് പലപ്പോഴെങ്കിലും ആരെങ്കിലും പറയോ തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സീരിയസ് കഥാപാത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നത് ഞാൻ എന്ത് ചെയ്യും അല്ലേ? അത് അപ്പൊ പല പല സെറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടല്ലേ ഈ പണിയെടുക്കാത്ത രീതിയിൽ വലിയ പണി എടുക്കണ്ട, പണി ഇവരെടുത്തോളൂ. പിന്നെ വേറെ കാര്യമുണ്ട്. എല്ലാവരും പറയും പണിയെടുക്കാതെ ജീവിക്കാന്ന്. ഈ തടിയൊക്കെ കാണുമ്പോൾ പറയും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, എന്തിനു ഇത്ര എടുക്കണേന്ന്. അത് ചോദിക്കും പൗതക്കുട്ടിക്കോടോ. അങ്ങനെയാണേ ഇല്ല, എല്ലാവർക്കും എന്നെ പേടിയാണ്. അന്ന് എന്നെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. അത് എന്തൊരു വികാരമാണ് എനിക്ക് പേടിയേണ്ടത്. ഈ ബിസിനസ്സിന് പേടിയുണ്ടായിരുന്നോ? ചെറുതായിട്ട്. അയ്യോ, പുള്ളിയുടെ CID മൂസ എന്ന് പറയുന്ന പടം എനിക്ക് എന്നെ സംബന്ധിച്ചത് ക്ലാസിക്കൽ. സോ ഞാൻ ഞാൻ കണ്ട് ആരാധിച്ച ഒരു സിനിമയുടെ ഡയറക്ടറിനെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പേടി. ഇപ്പൊ ജോൺ ചേട്ടാ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കും, ജോണി ആന്റിയുടെ ആയിരുന്നേ. അപ്പൊ മമ്മൂക്ക എന്തിപ്പല്ലേ എന്ന് ചോദിക്കാം. അത്ര ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് മമ്മൂക്ക എൻ്റെ സിനിമകളെല്ലാം നമുക്ക് വളരെ ആസ്വദിച്ചാണ് ചെയ്തേക്കുന്നത്. ടെസ്റ്റിങ്ങിന്റെ അടുത്ത പടം ഇല്ല, ലവ് ആക്ഷൻ ഒട്ടും ആസ്വദിക്കാത്ത സിനിമയാണ്. ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരേപോലെ കോവിഡിന് ശേഷം ശീലിച്ചു തുടങ്ങി. കാര്യം ഓടാത്തത് കൂടുതലായതുകൊണ്ട് ശീലമായി. ബേക്കറിയും സാറ്റർഡേ നൈറ്റൊക്കെ അതിജീവിച്ചല്ലോ. നമ്മളോ അല്ലേ? ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ജോൺ ചേട്ടൻ, അജു വർഗീസ്, പിനീഷ് ആൻഡ് സൈജു കുറുപ്പ്. സോ 4 പേർക്കും വെൽക്കം. അപ്പോൾ ഇതിന്റെ ഈ സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. അപ്പോൾ അതിന്റെ ഡയറക്ടറിന്റെ പേര് അതിനകത്ത് വന്നിരിക്കുന്നത് വിനീഷ് വിശ്വനാഥൻ ക്യാമ്പയിൻ എന്നാണ്. നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ കണ്ടിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു നല്ല എലക്ഷൻ മെമ്മറീസ് എന്താണ് ശരിക്കും? കണ്ടിട്ടുള്ളോ? എലക്ഷൻ മെമ്മറീസ്, ആദ്യമായിട്ട് വോട്ട് ചെയ്തൊക്കെ. നമ്മളെപ്പോഴും കോളേജിലൊക്കെ ആയിരിക്കുമല്ലോ ആദ്യമായിട്ട് വോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഈ ക്ലാസ് റീപ്രസെൻറ്റേറ്റീവിൻ്റെ ഈ ജൂനിയർ കോളേജിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മഹാരാഷ്ട്രയിലായിരുന്നു ഞാൻ വളർന്നത്, അവിടെയാണ് പഠിച്ചത്. അപ്പം ഇവിടെയുള്ള അത്രയും പൊളിറ്റിക്കൽ ലിറ്ററസി ഇല്ല അവിടെയുള്ള നമ്മുടെ സ്കൂളിലും കോളേജിലുള്ള ആൾക്കാർക്ക്. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് അപ്പോൾ CRൻ്റെ ക്ലാസ് റീപ്രസെൻറ്റേറ്റീവിൻ്റെ എലക്ഷൻസ് നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ലാസറസ് ബാസ്റ്റിയൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എതിർ ഗ്രൂപ്പ് എലക്ഷന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളും പിന്നെ വഴക്കായി, അടിപിടിയായി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ ഈ ക്ലാസ് മോണിറ്ററിൻ്റെയൊക്കെ ഈ സ്കൂളുകളിൽ ഉള്ള സാധനമുണ്ടല്ലേ, ഇതൊക്കെയാണല്ലോ നമ്മുടെ തുടക്കം. ഈ എലക്ഷൻ ക്യാമ്പയിനിങ്. പിന്നെ ക്യാമ്പയിനിങ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. നമുക്കിഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാർ നിൽക്കുകയാണെങ്കിൽ അവരെ നമ്മൾ വോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഡയറക്ടർ എൻ്റെ എനിക്ക് ഇലക്ഷൻ മെമ്മറീസ് എന്ന് പറയുന്ന നേരത്ത് ഞാൻ 1ാം ക്ലാസ് മുതൽ ഏകദേശം +2 വരെ മിക്ക ക്ലാസ്സുകളിൽ ഞാൻ തന്നെയായിരുന്നു ലീഡർ. പലയിടത്തും എതിരില്ലാതെ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കൊല്ലം മാത്രം അതിനൊരു മാറ്റം വന്നു. +1 വെച്ച് വേറൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയാണ് ഞാൻ പിന്നെ എൻ്റെ കല്യാണം കഴിച്ചത്. വാശി അന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ സ്ഥിരം എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പഠിപ്പിസ്റ്റ് ആയതുകൊണ്ടൊന്നുമില്ല, കൂട്ടത്തിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ബാക്ക് ബെഞ്ചർ. ഞാൻ പറയുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇത് റിയൽ ലൈഫ് അത് വെച്ച് ഞാൻ അനുഭവിച്ച കഥയല്ല, ഞാൻ കണ്ട കഥയാണ്. നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ആനന്ദ് മന്മഥനൊക്കെ പറഞ്ഞിരുന്നു. അതായത് നമ്മളിത് ഷോർട്ട് ഫിലിം ആക്കാനിരുന്നൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ആദ്യം എന്നെ അതിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് ആ സമയത്ത് ഈ ഒരു ത്രെഡ് എനിക്ക് കിട്ടി. ആ സമയത്തായിരുന്നു ഗിരീഷ് ഷെഡി ഡയറക്റ്റ് ചെയ്ത വിശുദ്ധ ആംബ്രോസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ റിലീസ്. സോ അതുകൂടി കണ്ടപ്പോൾ എനിക്ക് ഈ ത്രെഡ് കിട്ടിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായത് എങ്ങനെ ഷോർട്ട് ഫിലിം ആക്കുന്നു, സ്കൂള് ഇത്രയും ക്രൗഡ്, സോ അതെങ്ങനെ ആക്കുമെന്ന് വെച്ചപ്പോഴാണ് ഗിരീഷ് ഷെഡി അതിനൊരു ആൻസർ തന്നത്. ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത്. സോ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ ഇവരോടൊക്കെ കൈലാഷിനോടും ആനന്ദിനോടും മുരളിയോടൊക്കെ ഇരുന്നിട്ട് ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ആക്കാം. ഏകദേശം അതിനുള്ളൊരു മൂവ്മെൻറ്റും പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഡയറക്ടർ ജനിത് കാച്ചപ്പള്ളി കണ്ടപ്പോൾ ഈ കഥ പറഞ്ഞു.
പുള്ളി ഇതെല്ലാം ഒരു റിയാക്ഷൻ ഇല്ലാതെ കേട്ടു. നമ്മൾ വലിയ കോമഡിയൊക്കെയാണ് പറയുന്നത്, പുള്ളി ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു കേട്ടു. അപ്പോൾ മിക്കറും വേണ്ട, ഇത് ഇതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു. പുള്ളിയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ഷോർട്ട് ഫിലിം ആക്കാൻ പോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, അല്ല ഇതിലൊരു പടമുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോഴും ഞാൻ കൺവിൻസ്ഡ് അല്ല. ആനന്ദ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതിൽ പടമുണ്ട്, ഷോർട്ട് ഫിലിം ആക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളിങ്ങനെ ആലോചിച്ച് അതിൽ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി. അങ്ങനെ 4 റൈറ്റേഴ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് ഫോമായി. അപ്പോൾ കുറേ കൂടി എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ പറയപ്പെടേണ്ട ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതാണ് ഞാൻ അനുഭവിച്ച കഥയല്ല, പകരം ഞാൻ കണ്ട ചില കഥകളാണ്. ഇതിലെ എൻ്റെ ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ കഥാപാത്രങ്ങളെ പ്ലേ ചെയ്തവരാണ്. അപ്പോൾ അവരും എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സിനിമ കാണാൻ നേരത്ത് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ശ്രീകുട്ടനെയും CP സാറിനെയും കോശ് സാറിനെയും ഇലുമിനാറ്റി വിനീഷിനെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. അജുവേട്ടനും ജോൺ ചേട്ടനും ഉണ്ടോ എലക്ഷൻ മെമ്മറീസ് അങ്ങനെ? ഇല്ല. ജോൺ ചേട്ടനുണ്ടോ? നമ്മൾ ഈ പ്രീ ഡിഗ്രിക്ക് അത് +2 ഇല്ലായിരുന്നു. കോളേജ് ചെല്ലുന്ന സമയത്ത് ഭയങ്കര പോരാട്ടമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. ഈ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ചേട്ടന്മാരുടെയൊക്കെ അവർ വോട്ട് ചെയ്തേക്കണം എന്നൊക്കെ പറയും എന്ന് വളരെ വാണിങ്ങോടുകൂടി പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കാലം ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മോണിറ്റർ സംഭവം ആയിട്ടുണ്ട്. എന്നെയൊക്കെ മോണിറ്റർ ആക്കുന്നത് ഈ കഴിവുണ്ടെങ്കിൽ അവൻ വലിയ പേര് എഴുതുകയല്ല, പേടിപ്പിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് മോണിറ്റർ. ഈ മോണിറ്റർ ഒരു അനുഭവമുണ്ട് എനിക്ക്. ഞാൻ മോണിറ്ററായിട്ട് ഇരിക്കുക. അപ്പം കുറച്ച് പേടിയുള്ളവരുടെ പേരുണ്ട്. അമ്മമാർ ഇടിക്കും നമ്മളെ. ഞാൻ പേര് അമ്മമാരുടെ എഴുതുകയല്ല, ഞാൻ അമ്മമാർക്ക് പേരെഴുതിയിട്ട് ഇരിക്കണ്ടല്ലോ. അങ്ങനെ പക്ഷേ സാറ് വന്നപ്പോൾ പേരെഴുതി ലിസ്റ്റ് കൊടുത്തോണ്ടേ കുറച്ച് ഹീറോ ആകാൻ വേണ്ടി എന്നോട് പഠിക്കുന്നവർക്ക് എഴുതിട്ടില്ല. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ PP മൈക്കിൾ സാറിന് സാറ് എന്താ, ഞാൻ വർത്താനം പറഞ്ഞു എന്നിട്ട് ഇവനെൻ്റെ പേരെഴുതിയില്ല. ആലോചിച്ച് നോക്കൂ. അവിടെ സാറായാലും വളരെ ബുദ്ധിപൂർവ്വം അവനെ മിസ്സായതായിരിക്കും, നീങ്ങി വരാൻ പറഞ്ഞു. എനിക്ക് പറഞ്ഞ ജീവിതം സന്തോഷം ഉണ്ടാക്കിയ സാർ. ഒരാൾക്ക് അടി കിട്ടും, നമുക്ക് വേദന ഉണ്ടാക്കി. പക്ഷേ അവന് 2 എണ്ണം കിട്ടുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം. പേടിച്ചിട്ട് ഒഴിവാക്കി വീണ്ടും ഭാരമൊക്കെ അത് പുള്ളി പുള്ളി എനിക്ക് അടി തരുമായിരിക്കുന്നത് തിരിച്ച് സംഭവിച്ചു. അപ്പോൾ ഈ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിലെ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു സിനിമയാണ് അല്ലേ? ഈ ചില സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റീകളക്ട് ചെയ്യാൻ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും പറയല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ശരിക്കും സെറ്റിൽ? അങ്ങനെ ഷോർട്ട് ടൈം ഇടയിലൊക്കെ അങ്ങനെ മുമ്പ് കണ്ട് ഇത് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അത് അവരാണ് പറയേണ്ടത്. ഇല്ല. ചേട്ടൻ അങ്ങനെ അല്ല അതങ്ങനെ GK പിള്ള സാറൊക്കെ പറഞ്ഞു ഇല്ല, ഉറപ്പിച്ചൊരു ഇല്ല. ഞാൻ ഇവർ രണ്ടുപേരാണ് മാഷായിട്ട് അഭിനയിക്കുന്നത്. അതെ. അപ്പം സിനിമ കണ്ടപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനത്തെ മാഷന്മാരെ. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ മാഷന്മാരുണ്ട്. കുട്ടികൾ പല സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഇലുമിനാറ്റി വിനീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം, അങ്ങനത്തെ കഥാപാത്രങ്ങളെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ചേട്ടന്മാരെ ഐ മീൻ അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ ചേട്ടന്മാരുടെ വിവിധ ടൈപ്പ് ഓഫ് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ടൊക്കെ ഇടപഴകിയപ്പം ഉള്ളൊരു ഫീലായിരുന്നു ഞാനത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതെ. ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് നാട്ടിൽ. ഐഡിയ പറയണ ചേട്ടൻ എന്ത് പ്രശ്നമെങ്കിൽ ആ ചേട്ടൻ ഐഡിയ പറഞ്ഞു. യെസ് അത് ഡെഫിനറ്റ്ലി. അത് എല്ലാ നാട്ടിലും US സായിപ്പ്മാർക്ക് വരെ അങ്ങനത്തെ ചേട്ടന്മാരുണ്ടാവും. ഇപ്പം ആ ചേട്ടൻ ചില റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിലൊരു സീൻ ഉണ്ടല്ലോ, ഈ അച്ഛനിട്ട ഷർട്ട് വീണ്ടും മകൻ ഇട്ടുകൊണ്ട് വരുന്ന ഒരു സീക്വൻസ്. ഈ അജേട്ടൻ ശരിക്കും മലർവാടിയിലെ റിലീസിന് അന്നിട്ട ഷർട്ട് തന്നെയുള്ള തട്ടത്തിമറയത്തിന്റെ റിലീസിനും ഇട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ശരിക്കും റീകളക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ ഒരു ഷർട്ട് ഇപ്പോഴും എൻ്റെ ഉണ്ട്. കുറേ റിലീസിനുണ്ട്. പിന്നെ ഇപ്പോൾ ഫിറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. അത് മാത്രം ഞാൻ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായ പടം ഓടി, അതുകൊണ്ട് അതിട്ട പടങ്ങളെല്ലാം ഓടിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം അതിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കും പറ്റിയ. തട്ടത്തിൽ മറന്ന് വർഷങ്ങൾ പകുതിയായിട്ട് ഒരു ഷർട്ട് വരും. അല്ല അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഷാരൂഖ് ഖാൻ്റെ ബാസിഗർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഈ ബാസിഗർ എന്ന ടൈറ്റിൽ സോങ് വരുന്നൊരു പാട്ടില്ലേ, അല്ല ടൈറ്റിൽ വരുന്നൊരു പാട്ടില്ലേ, അതിൽ അദ്ദേഹം ഇടയ്ക്ക് ഷോർട്ട്സ് ഇട്ടിട്ട് പുള്ളിക്കാരനും കാജോളും കൂടി ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ചുമലയുടെ ഒരു ഫ്ലേവറുള്ളൊരു ഷർട്ട് ഇട്ടിരിക്കണം, ഒരു പൂക്കളൊക്കെ ഉള്ള. ഇത് തന്നെ പുള്ളി ഡർ എന്ന് പറഞ്ഞ പടത്തിൽ
ഒരു പാട്ടിൽ മൊത്തം അതായിട്ടിരിക്കുന്നത്, ബ്ലാക്ക് ജീൻസും തൂമേരെ സാമനെ എന്ന് പറഞ്ഞ ആ പാട്ടിൽ. അതായത് ജൂയിച്ചാളുടെ ഡ്രസ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ഇദ്ദേഹം ഇത് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന്, അതോ ഇനി യാദൃശികമായിട്ട് സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. പക്ഷേ ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കും. സഹിച്ചിട്ടുണ്ടോ അങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്? അങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഞാൻ അറക്കലപൂവിൻ്റെ ഇതുണ്ടല്ലോ, എന്താ മാലയെന്നല്ലോ പറയണത്, അത് ഒരു ചരടില് പച്ച കളറിൽ അതുണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനിപ്പം തേർഡ് പാർട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അത് തന്നെ ധരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ധരിക്കാൻ പറ്റുമായിരിക്കും, അത് പ്രശ്നമൊന്നുമില്ല. ജോൺ ചേട്ടൻ പണ്ട് ഈ ഡയറക്ടേഴ്സ് ക്ലാപ്പ് ബോർഡൊക്കെ എടുത്തു. ഈ ഷർട്ടിൻ്റെ ഞാൻ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടി കിട്ടുക, ചില ഷർട്ട് ഇട്ടുകൊണ്ട് പോയി അടി കിട്ടുകയില്ല, ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും, നമ്മൾ തന്നെ ഒരു വിശ്വാസമുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സിൻ്റെ ചീത്ത ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയ ചീത്ത വലുതായിട്ട് കിട്ടില്ല. പിന്നെ അതിനല്ല നമ്മുടെ ചില അഭിപ്രായങ്ങളൊക്കെ അവർ സ്വീകരിക്കുക എന്നൊക്കെ നമുക്ക് വിശ്വാസം തോന്നാം. നമ്മുടെ പ്രതിഭ അങ്ങോട്ട് വിളങ്ങുന്ന ഷർട്ടായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്നു. ഞാനവിടെ പറക്കുന്നളി ഞാനൊരു ഷർട്ട് ഇങ്ങനെ അൻവർ റഷീദ് എനിക്ക് തന്ന ഷർട്ടാണ്. അപ്പം അന്നേ വലിയ, അപ്പം അവൻ്റെ അളവ് എനിക്ക് ചേരും. അവൻ്റെ ഒരു വലിയ ഷർട്ട് എനിക്ക് തന്നിട്ട് ഈ പറഞ്ഞ അത് ഞാൻ കീറുന്നവരെ ഇട്ട്, കാരണം ആ ദിവസം ഷൂട്ടിങ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. വലിയ പ്രശ്നം, നമ്മുടെ ഒരു വിശ്വാസമാണ് അത്. ചേട്ടൻ എനിക്ക് തന്നൊരു ഷർട്ട് ഞാൻ അത് ഹാപ്പി വെഡിങ്ങിൽ ചേട്ടൻ ഇട്ട കോസ്റ്റ്യൂമാണ്. അല്ലല്ല, അത് വേറൊരാളാണ് എടുത്തത്. അല്ല, ആ ഷർട്ട് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പം അതുപോലത്തെ ഒരു ഷർട്ട് എനിക്ക് തന്നു. ഞാൻ 2 ഷർട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് ഹാപ്പി വെഡിങ്ങിലത് ഞാൻ ലൊക്കേഷനിലേക്ക് പറഞ്ഞ് ഇട്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ അത് കണ്ടപ്പം ഒമർ പറഞ്ഞു, ചേട്ടാ ഇത് നല്ലതാണ്, മുണ്ട് മാത്രം ഇവിടുന്ന് തരാം, ഷർട്ട് തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാൾ ഫേസ്ബുക്കിൽ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു, ഈ ഷർട്ട് എനിക്ക് തരാമെന്ന് ചോദിച്ചു, അത് ഉണ്ടെങ്കിൽ അയാൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറമ്പള്ളി നഗറിൽ എൻ്റെ ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം അത് മേടിച്ചു, ഫോട്ടോയൊക്കെ എടുത്ത് അത് പുള്ളി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അജുവിനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ അജു പറഞ്ഞു, ആ ഷർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതുപോലത്തെ ഒരു ഷർട്ടുണ്ട്, ഞാൻ 2 ഒന്നിച്ച് മേടിച്ചതാണ്. അത് ഞാൻ അത് എൻ്റെ ഇവരുടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ചില മൂമെന്റ്സുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ചെറിഷ് ചെയ്യുമല്ലോ. അങ്ങനത്തെ എന്തായിരുന്നു ഒരു ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ സിനിമ കഴിഞ്ഞിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന? ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എനിക്ക് ഇവർ തന്ന സപ്പോർട്ടാണ്. അതായത് എൻ്റെ ആദ്യത്തെ പടമാണ്. സോ ഞാൻ പരിപൂർണമായിട്ട് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഞാൻ എന്ന രീതിക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ ഒരു വലിയ ടീമുണ്ട്. ടീം അമ്പലമുക്ക് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ടീമുണ്ട് എൻ്റെ കൂടെ. സോ എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് എത്ര ടേക്കിലായാലും അതിലേക്ക് വരെ എത്താൻ അവർ സഹകരിച്ചൊരു രീതിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. എനിക്ക് ഇന്നത് വേണം എന്നൊരു സാധനം ഞാൻ പറയുമ്പോൾ അവർ എൻ്റെ ആവശ്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത്രയും കംഫർട്ട് എനിക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. സോ അത് തന്നെയാണ്, ആ വർക്ക് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ. ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ കുറേ അധികം ഡയലോഗ്സ് ഭയങ്കര റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡെയിലി ലൈഫിലൊക്കെ പ്രയോഗിക്കുന്ന ഡയലോഗുകളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജീവയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പുള്ളി പറയണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിനോടൊക്കെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഡയലോഗ് എഴുതാൻ പറയുക, കാരണം സ്ക്രിപ്റ്റ് ലോക്ക് ആക്കരുത് എപ്പോഴും എന്ന് പറയാം. ആ ഒരു തിയറി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവൈസ് ചെയ്യാന്നുള്ള മൂവ്മെന്റ്. ലാസ്റ്റ് മിനിറ്റ് വരെ ഓപ്പൺ ടു ചേഞ്ച് ആണ്. പക്ഷേ ഞാൻ അത്ര വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളല്ലെന്ന് എനിക്കറിയാം. കാര്യം എനിക്കെല്ലാം പേപ്പറിൽ വേണം. കംപ്ലീറ്റ് ആയാലും ഷോർട്ട് ഡിവിഷൻ ആയാലും എല്ലാ കാര്യങ്ങളും പേപ്പറിൽ വച്ചിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഇംപ്രൂവൈസിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ മാത്രം ടാലൻറ്റ് എനിക്കില്ല, അതുകൊണ്ടാണ്. സോ ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള സാധനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഡയലോഗ്സിലും അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നത് അവിടെ ഒരു റിട്ടേൺ സ്കെൽറ്റൺ ഉള്ളത് കൊണ്ടാണ്. മീൻസ് അതല്ലാതെ കൊണ്ടുപോയി എനിക്ക് ഇന്നതാണ് വേണ്ടതെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു ഇതെനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതൊരു ശരിക്കും നല്ലൊരു മെത്തേഡാണ്. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഗട്ട്സാണ്. എനിക്ക് തോന്നുന്നില്ല അത് പറ്റും. ഇപ്പോൾ അജേട്ടനെ വെച്ചിട്ടല്ല, ഈ 2019 ആ ഒരു ടൈം വരെയൊക്കെ ഉണ്ടല്ലോ, അജേട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രീക്ക് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും ഹെലൻ വന്നിട്ട് നമ്മളെ ശരിക്കും വണ്ടടിപ്പിയാണ്. ഹെലനും കമലയും ഏകദേശം ഒരേ ടൈമിലായിരുന്നു. ആ ഒരു ഷിഫ്റ്റ് ഭയങ്കര കറക്റ്റ് ആയിരുന്നെന്ന് പിന്നീട് പലപ്പോഴെങ്കിലും ഇപ്പോൾ ആരെങ്കിലും പറയുമോ തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ ഹെലൻ ഭയങ്കര കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യം റിപ്പീറ്റ് ചെയ്ത് കാണുമ്പം ആരാണെങ്കിലും നമുക്കാണെങ്കിലും മടുക്കും. ഒരേ ഭക്ഷണം നമ്മൾ 3 നേരം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരു വ്യത്യാസം വേണമെന്ന് അവർക്ക് തോന്നിയ ഒരു സമയമായിരുന്നു ഹെലൻ സംഭവിച്ചത്. അത് ഇന്നവേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരിച്ച് ആയിട്ടുണ്ട്.
ഇപ്പം സീരിയസ് കഥാപാത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അല്ലേ? അത് അപ്പോൾ ഇപ്പം നമുക്ക് വരുന്നതെല്ലാം സീരിയസ് ക്യാരക്ടേഴ്സാണ്. അത് നമ്മൾ തന്നെ ഇനിയും ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ച് വാങ്ങണം ഹ്യൂമർ ഓറിയൻറ്റഡ് മാത്രമുള്ള വേഷങ്ങൾ തരാൻ. അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യം. അന്ന് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിരുന്നു. ഹെലൻ, കമല, സാജൻ ബേക്കറി ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. തിരിച്ച് സർക്കിള് എങ്ങനെ സംഭവിക്കാൻ പോണ എന്നൊരു ഐഡിയ ഉണ്ടോ? എങ്ങനെയായിരിക്കും തിരിച്ച്? അറിയില്ല. മാത്രമല്ല ഇൻസെക്യൂറാണ്. കാര്യം ഇന്നത്തെ ഹ്യൂമർ മാറിപ്പോയി. ഇന്ന് ഹ്യൂമർ ഇപ്പം വാഴ കാണുമ്പം ഞാൻ വളരെ ആസ്വദിച്ചു, പക്ഷേ ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുള്ളൊരു ഹ്യൂമറാണ്. അപ്പം പല ഓൺലൈനിലെ വീഡിയോസ് കാണുമ്പം ഹ്യൂമറിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം അതിനൊരു ഇപ്പം ഇവർ ഈ ക്യാരക്ടർ എന്നെ ചെയ്യിപ്പിച്ചപ്പോൾ ഇവരെ ഞാൻ വിശ്വസിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്കും വർക്കാവുന്നെന്ന് ഉറപ്പുള്ള ഒരു സംവിധായകൻ. ഇപ്പം ഗഗനചാരി ചെയ്തപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ചന്തുവിന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് അത് ഇന്ന് വർക്കാവുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ആ ജഡ്ജ്മെൻ്റ് ഇല്ല. അപ്പം ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളെ വിശ്വസിക്കാന്നേ ഞാൻ ചെയ്യാൻ പറ്റും. ചിലപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് ചിലപ്പോൾ അത് എന്താ പറയുക, അതിൽ നമുക്കൊരു ട്രെയിനിങ് കിട്ടും. ഈ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഈ പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമയിൽ നിന്ന് പലപ്പോഴും വലിയൊരു റെവല്യൂഷനാന്നൊക്കെ പറയുമ്പോഴും ജോൺ ചേട്ടൻ ചെയ്ത ഒരു ഏറ്റവും വലിയ അറ്റംപ്റ്റുകളൊന്ന് സൈക്കിളായിരുന്നു. ഇൻക്ലൂഡിങ് മ്യൂസിക് ഡയറക്ടർ അടക്കം പുതുമുഖമായിരുന്നു. അന്ന് ആ സമയത്ത് അതെടുക്കാനുള്ള ഒരു ഡിസിഷൻ എന്തായിരുന്നു ശരിക്കും? അതായത് ഞാൻ C.D. മൂസ, കൊച്ചി രാജാവ്, തുറുപ്പുകുലാൻ, ഇൻസ്പെക്ടർ ഗരുഡ് ഈ 4 സിനിമകൾ കഴിഞ്ഞു. അപ്പം പുതിയ ആളുകളെ വെച്ചുകൊണ്ടൊരു പടം ചെയ്യണം. കാരണം മമ്മൂക്കയെ വെച്ച് ചെയ്തു, ദിലീപിനെ വെച്ച് ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്കൊരാഗ്രഹം തോന്നി പുതിയ പിള്ളേരെ വെച്ചിട്ടൊരു യൂത്തിൻ്റെ സിനിമ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞപ്പോൾ എന്നോടൊരു കണ്ടൻറ്റ് ഇങ്ങനെ പറയുന്നൊരു ലൈഫ് സൈക്കിൾ, അതായത് ഒരാളുടെ പറ്റിച്ച പൈസ തിരിച്ച് അയാളിൽ തന്നെ വന്നു ചേരുന്ന ഒരു കഥക്കെ കൊള്ളാം. അപ്പോൾ അത് 2 യുവാക്കളെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും പരിപാടിയും. അങ്ങനെയാണ് വിനീത് ആദ്യമായിട്ട് അഭിനയിക്കുകയും വിനു മോഹൻ ഒന്നിച്ചിരി 2 പേരും അഭിനയിക്കുകയും ചെയ്തിട്ട് ആ പടം എടുത്തത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമ. പക്ഷെ നല്ല എഫർട്ട് ഉണ്ടായിരുന്നു. കാരണം നൈറ്റ് ഷൂട്ട് കൂടുതലായിരുന്നു. ഈ ന്യൂ ഇയർ നൈറ്റ് നടക്കുന്ന കഥയായിരുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് സമയവും ഒരുപാട് അത്യാവശ്യം ന്യായമായ ബഡ്ജറ്റും കഷ്ടപ്പാടും ആയ പടമാണ്. പിന്നീട് അത് എനിക്ക് ഡെന്നീസ് ജോസഫ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ചേട്ടൻ പറയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ അതായിരുന്നു എന്ന് പറയായിരുന്നു. പിന്നീട് വേറെ സിനിമകൾ വന്നപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയി. എന്നാൽ പോലും സൈക്കിള് ഞാൻ പറയും എത്ര പെട്ടെടുത്താലും നമുക്ക് മാനസിക സംഘർഷം കുറേ ഉണ്ടാക്കിയ സിനിമയാണ് ആ കാലത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും സെലക്ട് ചെയ്യാനൊക്കെ? ഓഡിഷൻ ഇപ്പം വിനീതിനെ കാസ്റ്റ് ചെയ്താൽ വിനീത് അന്ന് പരിചിതനായ പുതുമുഖമാണ്. അപ്പം ഞാൻ അഭിനയിപ്പിച്ചില്ലെങ്കിലും വിനീത് വേറെ അഭിനയിക്കും. വിനുമോഹൻ മറ്റേ നിവേദ്യം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം വിനുമോഹനെ സെർച്ച് ചെയ്ത് സിദ്ദിഖ് ലാലിലെ ലാലേട്ടനായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വിനീതിനോട് ചോദിക്കുന്നു. അപ്പോൾ വിനീതിന് പിന്നെ ശ്രീനേട്ടനും ജെയിംസിൻ്റെ ക്ലാസ്മേറ്റ്സും ജെയിംസിന് റൈറ്ററിലും വിശ്വാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഹിറ്റ് സിനിമകളാണ് അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പുതുമുഖങ്ങളെ വെച്ച് എങ്ങനെ സിനിമ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. മ്യൂസിക് ഡയറക്ടർ മെജോ അതിന് മുമ്പ് ലാൽ ജോസ് എന്നോട് പറഞ്ഞത് നല്ല പേര്, നമ്മുടെ റോഷൻ്റെ റിലേറ്റീവ് ഒരു പടം. അങ്ങനെ മെജോ ആ സിനിമയ്ക്ക് പറ്റിയ ഒരാളായിരുന്നു. ഭയങ്കര ശുദ്ധനായ ഒരു മനുഷ്യനാണ്, സംഗീതം മനസ്സിലുള്ളവനാണ്. അങ്ങനെയാണ് മെജോ. വിനീതേട്ടനെ കുറിച്ച് എപ്പോഴും പറയണ്ടല്ലോ എഫേർട്ട്ലെസ്ലി ഒരു കാര്യം ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് തോന്നാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പൊ പല സെറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും പറയാറുണ്ടോ? അങ്ങനെ ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പണിയെടുക്കാത്ത രീതിയിൽ പണിയെടുക്കാറുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് മീൻസ് ആക്ടേഴ്സിന് അധികം സ്ട്രെയിൻ നമുക്ക് അഭിനയിക്കുന്നു അവന് നല്ല സ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, ആക്ടേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യും. അപ്പൊ പല സെറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്തായിരിക്കും ശരിക്കും? ഞാൻ അതെല്ലാം മാറ്റിയ ഒരു സിനിമ ഇതാ. ആ ട്രെയിനിങ് എല്ലാം എന്നിൽ നിന്ന് മാറ്റി ഞാൻ ശീലിച്ച് പൂർണ്ണമായിട്ടും. ഇപ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നടന്മാർക്കൊരു ഈഗോ ഉണ്ടാവും. നന്നായിട്ടൊരു ടേക്ക് കൊടുത്തിട്ട് ഡയറക്ടർ 1 more വിളിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരില്ലേ? അത് ആ ദേഷ്യം പതുക്കെ വെറുതെ കളിച്ചിട്ട് ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് വേണ്ടാന്ന് ഞാൻ ശീലിച്ചു തുടങ്ങിയ സിനിമ ഇതാ. കാര്യം എൻ്റെ ഒരു പുതിയ തലമുറയായിട്ടുള്ള ഒരു കണക്റ്റിന് തുടക്കമാണ് ഈ സിനിമ. ഇവരൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷൻ വരുന്ന ഒരു തലമുറയാണ്. അപ്പം അവരോടൊപ്പം നമ്മൾ
അവരുടെയും കൂടെ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആകാൻ തീരുമാനിച്ച് നിൽക്കണം. അല്ലാതെ നമുക്കറിയാമെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സിനിമ വിടൂ, ഈ കഥാപാത്രം എന്താണെങ്കിലും അവർക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് മാറ്റി തുടങ്ങി. അവിടുന്നാണ് പിന്നെ കേരള ക്രൈം ഫയൽസ് ഒക്കെ സംഭവിക്കാൻ കാരണം. ഇതായിരുന്നു അത് ആദ്യം നടന്നത്. അത് കണ്ടാണ് ഈ ഫീഡ്ബാക്ക് എടുക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഇവര് 6 പേരാ, ഇവർ 5 പേര്, 2, 3, 4, 5 പേര്, 5 പേരുടെ ഫീഡ്ബാക്ക്. കാര്യം ഇവർക്ക് എന്താ വേണ്ടതെന്ന് ഇവര് പറയും. ചിലപ്പോൾ കൈ പൊക്കി ഒരു സംഭാഷണം പറയാൻ പറയും, വേറൊരാൾ പറയും കൈ പൊക്കണ്ട, മുഖം ഒന്ന് കടുപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് എടുക്കാം. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, എന്തിനു ഇത്ര എടുക്കണേന്ന്. അത് ചോദിക്കും കുട്ടിക്കോടോ, അങ്ങനെയാണേ. അപ്പം ഞാനത് തന്നെ അത് എൻജോയ് ചെയ്തു ഈ പ്രാവശ്യം. പക്ഷെ അത് മുന്നോട്ട് അത് കഴിഞ്ഞാൽ KCF, നദികൾ സുന്ദരി യമുന, പാപ്പച്ചൻ ഒളിവിലാണൊക്കെ എൻ്റെ ക്യാരക്ടേഴ്സ് നല്ലതാ. ഇതിലൊക്കെ ഞാൻ ആ മെത്തേഡ് ഫോളോ ചെയ്തു. ഇപ്പോഴും ഞാൻ അതാ ഫോളോ ചെയ്തു. അതാകുമ്പോൾ എനിക്ക് വലിയ പണി എടുക്കണ്ട, പണി ഇവരെടുത്തോളൂ, ഈ ചുറ്റുമുള്ളവർ. നല്ലതല്ലേ? പിന്നെ വേറെ ആരുണ്ട്, എല്ലാരും പറയും പണിയെടുക്കാതെ ജീവിക്കാന്ന്. ഈ തടിയൊക്കെ കാണുമ്പോ പറയും അല്ലേ, അത് ഭക്ഷണം കഴിക്കാൻ പണിയെടുക്കും. സൈചേട്ടൻ പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം ലുക്ക് തന്നെ ഡിഫറെൻ്റ് ആണല്ലോ. കഴുത്തിൽ ലോക്കറ്റ്, ഹ്യൂമർ ടൈമിംഗ് അടക്കം വ്യത്യാസം ഉണ്ടല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ ശരിക്കും ബിഗ്ഗസ്റ്റ് ലേണിംഗ് കർവ്? അല്ല, ഇവര് പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്തത്. വിനീഷും മുരളിയും എല്ലാവരും അവിടെ ലൊക്കേഷൻ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവർ കുറച്ചുകൂടെ എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇയാൾ ഒരു സട്ടിൽ ബിഹേവിയർ അല്ല ഇയാളുടെ. ഇയാളൊരു പൊടിക്ക് ഓവറാണ് ഈ ഇലുമിനാറ്റി ബിനീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു പരിധിവരെ നമ്മൾ നല്ല നടനാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി കുറച്ച് സട്ടിലാകാൻ ശ്രമിക്കും. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ വളരെ സട്ടിൽ നടനാണ്, നല്ല നടനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്ന് കുറച്ച് പതുക്കെയൊക്കെ സംസാരിക്കും, ഡയലോഗൊക്കെ. അപ്പോൾ അതല്ല വേണ്ട ഈ ക്യാരക്ടറിന്. അപ്പോൾ അതൊരു സംവിധായകനും റൈറ്റേഴ്സിനുമാണ് കറക്റ്റായിട്ട് അറിയാവുന്നത്. അപ്പോൾ അവർ എന്നെ കൊണ്ട് റിഹേഴ്സൽസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓക്കെ ഈ റിഹേഴ്സൽസ് ഓഫ് കോഴ്സ് റിഹേഴ്സലുണ്ട്. എനിക്കെന്തായാലും റിഹേഴ്സലിനെ പോയിട്ടില്ല. ഷോർട്ട് മുമ്പ് അത് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ട് നമ്മൾ ഷോർട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള റിഹേഴ്സൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ജോൺ ചേട്ടൻ ഇപ്പോൾ ഈ വൈശാഖേട്ടനൊക്കെ ഒരിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടർബോ ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ പേടി ജോൺ ചേട്ടൻ സെറ്റിലുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പുള്ളിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ എങ്ങനെയാണ് പോവുക? പിന്നെ അസിസ്റ്റൻസിനോടൊക്കെ നമ്മൾ അങ്ങനെ ഒരു വൈശാഖിനോട് വർക്ക് ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. വൈശാഖ് ഈ പടത്തിൻ്റെ ഡയറക്ടറാന്നുള്ള രീതിയിലാണ് നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നന്നായിരിക്കുന്നു ചേട്ടാ, നന്നായിട്ടുണ്ടെന്ന് പറയുമോ, അല്ലെ അവൻ മനോനിക്കുന്നത് ചേട്ടാ ഇച്ചോട്ടോ ചെയ്യണോ ചേട്ടാ എന്ന് ചോദിച്ചാലോ നമ്മൾ സഹകരിക്കും. അല്ലാതെ ഇപ്പം ഞാൻ കാലം അവരിപ്പം എൻ്റെ അസിസ്റ്റൻ്റ് അല്ലല്ലോ, ഡയറക്ടറല്ലേ, അവർ പറഞ്ഞ് ചെയ്യാന്നുള്ള. പിന്നെ അവർക്ക് പേടിയുള്ള എനിക്കറിയില്ല, എല്ലാവർക്കും എന്നെ പേടിയാണ്. എന്നാൽ എന്നെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല, അത് എന്തൊരു വികാരമാണ് എനിക്ക് പേടിയുള്ളത്. ഈ ബിനേഷിന് പേടിയുണ്ടായിരുന്നോ? ചെറുതായിട്ട്. അയ്യോ അല്ല, എനിക്ക് ഞാൻ പറയുമ്പോൾ ഈ ബിനേഷിൻ്റെ സെറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കഥാപാത്രം ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ ഓർമ്മക്കുറവ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഡയബറ്റിക് ആണ്, കുറച്ച് എൻ്റെ ബോഡി ലാംഗ്വേജ് കറക്റ്റാണ്. പ്രത്യേകിച്ച് എൻ്റെ ആ മീശയും താടിയില്ലായ്മ, അതൊക്കെ ഒരു മുടിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പാവം മനുഷ്യൻ എന്ന് തോന്നുന്നു. ആ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് വളരെ ഒതുങ്ങിയുള്ള അഭിനയം, നോട്ടം, കുറച്ച് വർത്താനം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു വലിയ പേസ് ഇല്ല, സ്ലോ പേസാണ്. അത് ഈ ക്യാരക്ടർ അങ്ങനെ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം ഒത്തു വന്നിട്ടുണ്ട് ബോഡി ലാംഗ്വേജ്. പിന്നെ ഇവർ ഹാപ്പി ആയിരുന്നു തോന്നുന്നു, സന്തോഷിച്ചിട്ടൊക്കെ എന്നെ പറഞ്ഞു വിട്ടത്. ഇപ്പം ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയണം അല്ലേ? അല്ല, അത് ഉറപ്പായിട്ട് എനിക്ക് ഞാൻ പേടിയെന്ന് പറഞ്ഞത് വേറെ ഇതിലല്ല. ഞാൻ അതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും കാര്യം പുള്ളിയുടെ CID മൂസ എന്ന് പറയുന്ന പടം എനിക്ക് എന്നെ സംബന്ധിച്ചത് ക്ലാസിക്കാണ്. സോ ഞാൻ ജോണി ചേട്ടനോട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം, എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആരാധിച്ച ഒരു സിനിമയുടെ ഡയറക്ടറിനെ, അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പേടി, അതാണ് ഞാൻ പേടി എന്ന് പറഞ്ഞത്. അല്ലാതെ ജോണി ചേട്ടൻ ആ രീതിക്ക് നമ്മുടെ പറഞ്ഞു കൊടുത്ത രീതി നമുക്ക് എന്താണോ വേണ്ട ആ ഒരു ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ്ലി നമുക്ക് തന്നുകൊണ്ടിരുന്നു. സോ ഹാപ്പിയാണ് കംപ്ലീറ്റ്ലി. അജേട്ടാ ഫസ്റ്റ് മീറ്റ് ചെയ്യണം ജോൺ ചേട്ടനെ? ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ജോൺ ചേട്ടനെ നടനായതിനു ശേഷമാണ് കണ്ടത്. അതിന് മുമ്പ് ജോൺ ചേട്ടനും എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്കും നടനായി മാറി.
അല്ലല്ല നമ്മളതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ മാർത്താണ്ഡന്റെ മമ്മൂക്കയുടെ പടം ക്ലീറ്റസ് ലേറ്റസിനൊക്കെ സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ വിനീത് സ്വാഭാവികമായിട്ട് എൻ്റെ പടത്തിനല്ല അതിട്ട് അഭിനയിച്ചത്. അതെ. അതിനുശേഷം വിനീത് ഡയറക്റ്റ് പടമാണല്ലോ മലർവാടി. പക്ഷെ സ്വാഭാവികമായിട്ടും അതിന്റെ ഉണ്ട് ഇല്ലേ നമ്മള് അവര് അടുക്കുന്നത് എനിക്ക് നമ്മള് ഇട്ടിമാണി മറ്റേ ബിജുമനൻ ചെയ്ത രക്ഷാധികാരി പോയിട്ടു അല്ലെങ്കിൽ ഇട്ടിമാണി ഒക്കെയാണ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇടപെട്ട് തുടങ്ങി. പക്ഷെ എനിക്ക് ഈ ഫൺ സൈഡാണ് കേട്ടോ എപ്പോഴും കണ്ടേക്കുന്നത്. കാര്യം ബിജുചേട്ടനും വിനീതും തന്നേക്കുന്ന ഒരു ഇംപ്രഷൻ, ജോണി ചേട്ടൻ എനിക്കൊന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് ദേഷ്യപ്പെടുന്നത്. അത് ജോണി ചേട്ടൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുമ്പോഴോ അല്ല നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എനിക്ക് കോമഡി പടമൊക്കെ ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിലുള്ളൊരു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു ഒരു ഒരു ഭയങ്കര ഞാൻ കുറച്ച് എനിക്കൊന്നും ഒരു ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് കാണാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സെറ്റുകളിൽ ഞാൻ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെ റിലാക്സ് ചെയ്തു തോന്നിയിട്ടുണ്ട്. നമ്മൾ മൊത്തം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പവും നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ അറിയാതെ വിചാരിക്കും. ഇപ്പോൾ ഒരു സീൻ എടുക്കുന്നു, അതിന് ഒരു പാസിംഗ് ഓർഡർ മറ്റൊരു അറേഞ്ച് ചെയ്യണം, അപ്പോഴേക്കും ഡ്രസ്സ് വന്നിട്ടില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നാളെ എടുക്കേണ്ട സീനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ ഇന്നിരുന്ന് മറ്റത് പറഞ്ഞിട്ടുണ്ടോ, ഒരാവശ്യമില്ല, ഇത് എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ അറിയാതെ നമ്മൾ പണ്ട് ഈ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു രീതി ആയതുകൊണ്ട് എല്ലാത്തിലും അറിയാതൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാത്തത് അതെനിക്ക് ഒരുപാട് എൻ്റെ ആയുസ്സും ആരോഗ്യം തന്നെ കുറഞ്ഞേക്കുന്നത്. ഞാൻ അത്രയും റിലാക്സ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത സിനിമകൾ ചെയ്തിട്ടുള്ളത് മമ്മൂക്ക സിനിമകളാണ്. അത് ഞാൻ മമ്മൂക്കേനെ പറ്റി പറയും, മമ്മൂക്ക എപ്പോഴും ഇങ്ങനെ ജോണി ചേട്ടനെ പറ്റി പറയുമ്പോൾ ജോണി ചേട്ടൻ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കും, ജോണി ആൻ്റിയുടെ ആയിരുന്നേ. അപ്പം മമ്മൂക്ക ഇങ്ങനെ പറയും എന്തിപ്പല്ലേ എന്ന് ചോദിക്കും. അത്ര ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് മമ്മൂക്ക കാണുന്ന രീതിയിലുണ്ടല്ലോ. അല്ല ഞാൻ പറയാം, അല്ല മമ്മൂക്കയുടെ ഞാൻ പറയുന്നത് ആ പുള്ളി എന്നോട് അങ്ങനെ ഒരു ബന്ധം, അത് പുള്ളിയുടെ ഞാൻ ചെയ്ത പടങ്ങളുടെ ആണ് കൂടുതലും. നമുക്ക് വെച്ച് ഹ്യൂമർ പടങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ കണ്ട ഒരാളെ വെച്ച് സിനിമ ചെയ്യുന്നു, അത്തരം സിനിമകൾ അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് പുള്ളി ആസ്വദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ എൻ്റെ സിനിമകളെല്ലാം നമുക്ക് വളരെ ആസ്വദിച്ചാണ് ചെയ്തേക്കുന്നത്. ഇനിയും നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ തന്നെ വെച്ച് സിനിമ ചെയ്യണമെന്നാണ്. ഇനി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഇപ്പം എന്തായാലും നമുക്ക് ശ്രീകുട്ടനിലേക്ക് വരാം. അല്ല, ഇപ്പോൾ ഈ ഭരതനാട്യം കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡക്ഷനിലേക്കുള്ള ഐഡിയാസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് നല്ല സിനിമകൾ ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തൊന്നും പ്രൊഡക്ഷൻ വെച്ചാൽ ഇതിപ്പം ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ പടവേ. അപ്പം ഇത്രയും സമയം നമുക്ക് ബ്രേക്ക് ഇവൻ ആണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക സാധനമാണത്. അതത്രയും ധൈര്യമുള്ള ആൾക്കാർക്കും ഒക്കെ അത് പറ്റുള്ളൂ. അത്രയും എന്താണ് നല്ല ഭയങ്കര അതറിയാവുന്ന ആ ടാലൻറ്റ്, പ്രൊഡക്ഷൻ അറിയാവുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പടത്തിൽ അഭിനയിച്ച് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അല്ലാണ്ട് വേറെ ഒരു പടം ഇപ്പോൾ തൽക്കാലം ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഇല്ല. ഫാന്റാസ്റ്റിക്കിന്റെ അടുത്ത പടം ഇല്ല. ഞാൻ കുറച്ച് മുന്നേ തൊട്ട് പറയുന്നുണ്ട്, ഞാൻ അത് ലവ് ആക്ഷൻ ഒട്ടും ആസ്വദിക്കാത്ത സിനിമയാണ് ആസ് എൻ ആക്ടർ. അത് നമ്മളൊന്ന് തമാശയ്ക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് 2 സിനിമ കൂടെ ചെയ്തു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ അഭിനയിക്കരുത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. അഭിനയിച്ചുകൊണ്ട് ചെയ്യാൻ എന്നെ ഒട്ടും ആസ്വദിക്കുന്നില്ല. അത് മാത്രമല്ല, ഞാനിപ്പം പോസ്റ്റ് കോവിഡ് ഞാൻ ഇപ്പം ഈ സിനിമയൊക്കെ അതിന് കാരണമാണ്. ഞാൻ കുറച്ചും കൂടി ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധ അഭിനയിക്കാൻ കൊടുക്കാൻ തന്നെ എൻ്റെ തീരുമാനം. അപ്പം പ്രൊഡക്ഷൻ എൻ്റെ ഒരു ഇതിലുള്ളതല്ല. അപ്പോൾ ഫാന്റാസ്റ്റിക് ധ്യാൻ കിട്ടുന്നില്ല, ഞാൻ അതിലും ബിസി. ഞാൻ ഈ തീരുമാനം അപ്പോൾ വിശാഖിനോട് നമ്മൾ പറഞ്ഞു, വിശാഖ് മാത്രം ആണ്, അവൻ അഭിനയിക്കുന്നില്ല. സോ അയാൾക്കൊരു ജോലി അല്ല പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശാഖ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക്കിലൂടെ ഇനിയും എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. ഈ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴേ ഒരാളുടെ കുറിപ്പ് ഇങ്ങനെ കാണാനിടയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ് ശരിക്കും ഈ സിനിമ ഇറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്, ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്. അപ്പോൾ അത് അടുത്തന്നെ നടക്കുക, അതിൻ്റെ ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്താ? കുറച്ചുകൂടി ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടോ? പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, ആ ടെൻഷനിലേക്ക് എത്തിയിട്ടില്ല, പതിയെ പതിയെ എത്തിക്കോളും. അപ്പോൾ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ടീം അമ്പലമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ടീമിൻ്റെയും പ്ലസ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ്റെയും ഫസ്റ്റ് ബേബിയാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനോട് കഥ പറഞ്ഞപ്പോൾ എല്ലാവരും കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കുട്ടികൾ ആ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി, ആ ഒരു പാട് എന്നുള്ള ഇത് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു പല്ലുട്ടിയുടെ വിജയം അതൊക്കെ റീഡിഫൈൻ ചെയ്യുന്നതാണ്. സോ ആ പല്ലുട്ടിയുടെ സക്സസ്സിനെ നമുക്കും എന്താണ് ആ ബാറ്റൺ നമ്മളിലേക്കും കൈമാറാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ
നാളെയും ഈ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ചലഞ്ചുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കംഫർട്ടിനെ പറ്റിയിട്ടാണ്. സോ അതൊരു സത്യമാണ്, കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് അവർ മറ്റേ പണ്ടത്തെ നമ്മളെപ്പോലെ തന്നെ ക്യാമറ കണ്ട പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. സോ അവർക്ക് ഓൾറെഡി അറിയാം, അവർ കുഞ്ഞുകാലം തൊട്ട് റീൽസും ടിക്ടോക്കും ഒക്കെ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി ആ ഒരു കൾച്ചറുമായിട്ട് മോൾഡഡ് ആണ്. സോ അവരുമായിട്ട് വർക്ക് ചെയ്യാൻ ചലഞ്ചസിനേക്കാളും കൂടുതൽ കംഫർട്ടുണ്ട്. അപ്പോൾ അത് ലെറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത്തരം സിനിമകൾ ശ്രദ്ധിക്കപ്പെടണം, നല്ലതാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടണം. നിങ്ങൾക്ക് റിലീസ് ടെൻഷനുകൾ ഉണ്ടാവും പൊതുവെ? ഇല്ലേ? ഞാൻ ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരേപോലെ കോവിഡിന് ശേഷം ശീലിച്ചു തുടങ്ങി. കാര്യം ഓടാത്തത് കൂടുതലായതുകൊണ്ട് ശീലമായി. അപ്പോൾ ടെൻഷൻ പോയി. ടെൻഷൻ ഇതിനാ. ഞാനൊക്കെ ഓടാത്തപ്പോൾ തകർന്നു പോകും. അതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത പടമായാലും അഭിനയിച്ച പടമായാലും ത്രൂ ഔട്ട് ക്യാരക്ടറാണെങ്കിലും ഒരു സീനിൽ അഭിനയിച്ച ക്യാരക്ടറാണെങ്കിലും അത് പക്ഷേ പെട്ടെന്ന് റിക്കവർ ആവും, പക്ഷേ ആ സമയത്ത് തകർന്നു പോകും. പിന്നെ ഈ റിലീസിൻ്റെ ടെൻഷൻ എന്താവും എന്നുള്ള ഒരു സാധനം. അപ്പം എല്ലാവരും പറയും സംഭവിക്കും, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചില്ലേ, ഇനിയിപ്പം സംഭവിക്കാനുള്ള സമയം. പക്ഷെ അതല്ല, അത് അങ്ങനെ. ഞാൻ സാജൻ ബേക്കറിയും സാറ്റർഡേ നൈറ്റൊക്കെ അതിജീവിച്ചല്ലോ. നമ്മളോ അല്ലേ? അതോടെ ഞാൻ ടൈംഡായി. എന്നാലും അടുത്തെത്തുമ്പോൾ ഒരു വിഷമല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഗുണ്ടജയനൊക്കെ ഓടി എങ്കിൽ പോലും കുറെ കൂടെ ഓടുമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് അവന് വളരെ വിഷമം തോന്നിച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ അനുരാഗം, അത് പിന്നെ 2018 വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയതാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില പടങ്ങൾ ഓർക്കും. ഇപ്പം തോൽവിയപ്സ് ചെയ്യാൻ കുറച്ചുകൂടെ ഓടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ചില പടങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കും. അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ വിഷമം തോന്നും, നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആവും. അതിപ്പം നമ്മൾ സജി പറഞ്ഞല്ലോ, ഒരു സൈനാണെങ്കിലും ഒരു ത്രൂ ഔട്ട് അഭിനയിച്ചതാണെങ്കിലും നമുക്ക് ചില പടങ്ങൾ എന്തുകൊണ്ട് ഓടുന്നില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സത്യത്തോട് നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പോൾ നമ്മൾ അടുത്ത വർക്കിലേക്ക് പോകും. അപ്പോഴും പിന്നെ OTT ഒക്കെ റിലീസായിട്ട് കുറെ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്ന മൂമെന്റ്സിൽ സന്തോഷം ഉണ്ടാവും. ഇപ്പം ഇന്നലെ ലാലിച്ചായം വിളിച്ചു, ലാലിക്സ് ഇന്ന് ലാലിച്ചായം വിളിച്ചു, എടാ നിൻ്റെ ഒരു പടം കണ്ടു ഞാൻ ചെയ്തേട്ടാ, നമ്മുടെ കമൽ സാറിൻ്റെ വിക്രമാദിത്യൻ വിവേകാനന്ദ വയറിലാണ്, നീ കലക്കി കേട്ടോ എന്ന് പുള്ളി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം തോന്നും. അപ്പോൾ അതിനാച്ചാലും പുള്ളി ഇരുന്ന് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ OTT വരുമ്പോൾ ആളുകൾ കണ്ടിട്ട് എപ്പോഴായാലും ഇപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി ഇവിടുന്ന് മിസ്സായാലും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീടാണെങ്കിലും അത്, പക്ഷേ പ്രൊഡ്യൂസർ അവർക്കൊരു പൈസ കിട്ടി അവരോട് ഹാപ്പി ആയി ഒരു ഷീൽഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് ഭയങ്കര. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അപ്പോൾ നവംബറിൽ അത് കട്ട് ചെയ്യരുത്. കട്ടിയില്ല. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തിയേറ്ററിലേക്ക് വിധി തേടാൻ എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല കരിയറിൽ ഒരു പുതിയ ഫ്രഷ്നെസ് നൽകുന്ന പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.